ആയിരിക്കാൻ ദൈവം തരുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ സമയത്തിനാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത്. This is a valuable time which God gave us to gather together as family and as together as church to be in the presence of God continuously for 3 days. നിശ്ചയമായിട്ടും ഇവിടുന്ന് മടങ്ങി പോകുന്നത് ഒരു വലിയ അനുഗ്രഹത്തോടു കൂടി ആയിരിക്കും. അതിനാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത്. Definitely we will be returning with a great blessing. പലപ്പോഴും നമുക്ക് ചർച്ചിന്റെ പല ശുശ്രൂഷകളിലും പങ്കെടുക്കുമ്പോൾ അതിനതിൻ്റെതായിട്ടുള്ള ടൈം ലിമിറ്റേഷൻസ് പലപ്പോഴും ഉണ്ടാകും. Many times when we attend some church activities there are some time limitations. എന്നാൽ നമുക്ക് ഈ ദിവസങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ രാത്രിയിലും പകലും ഒക്കെ കുടുംബങ്ങളോടും ദൈവദാസനോടും ഒക്കെ ചേർന്നായിരിക്കുമ്പോൾ നമുക്കത് ഏറ്റവും ഒരു പുതിയ ചൈതന്യത്തിന്റെ ദിവസങ്ങളായിരിക്കാൻ കർത്താവ് സഹായിക്കും. But these 3 days are separated and we are with the family and we are with church and we are in the presence of God continuously. ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം എനിക്കുമായിരിക്കാൻ സമുദ്ര കർത്താവ് അവസരത്തിനായിട്ടും അതിനായി അവസരം ഒരുക്കിയ അനുഗ്രഹീതനായ ദൈവദാസനായിട്ടും സഭയ്ക്കായിട്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുകയും നിങ്ങളെ ഓർത്ത കർത്താവിനെ നന്ദി പറയുകയും ചെയ്യും. I am also grateful that I could be also a part of this camp and I thank the pastor and the church for inviting me as well. എനിക്ക് നിശ്ചയമായിട്ട് പറയാം ഈ ദിവസങ്ങളിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് ഒത്തിരി സമയങ്ങൾ നമുക്ക് വേർതിരിക്കുവാൻ കഴിയാത്ത ഒരു ഷെഡ്യൂൾഡ് ഇതിലുണ്ട്. Because of the camp now these days we can't spend lot of time in the word of God. നിശ്ചയമായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരു ആത്മീക അന്തരീക്ഷത്തിലുമല്ല നിങ്ങൾ ഇരിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ട്. And also I know that you are not in that atmosphere to hear a lot of word of God. എങ്കിലും നമ്മുടെ ക്യാമ്പിന്റെ അകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗം ദൈവവചന ശുശ്രൂഷയ്ക്ക്. But still the word of God or the message is a very important part in the camp. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവവചന അനുഭവത്തിനും ഒക്കെ ഈ ക്യാമ്പിൽ നമുക്ക് സമയങ്ങൾ ഉണ്ടായിരിക്കും. Because for personal prayer and for the word of God we should separate time as well. നിങ്ങൾക്ക് തരുവാനായി പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു ദൂത് തന്നാണ് എന്നെ മെൽബണിൽ നിന്ന് അയച്ചിരിക്കുന്നത്. Already God gave me a message to pass it to you even from Melbourne. ഈ ക്യാമ്പിന് വേണ്ടി ദൈവദാസനെ വിളിച്ചപ്പോൾ തന്നെ രാത്രിയിൽ ഞാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സന്നിധാനത്തേക്ക് ചില നിമിഷങ്ങൾ പ്രാർത്ഥിപ്പാനായിട്ടും ഈ ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ ഒരു ദൂതനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു ദൂതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. The day when pastor called to come to this camp I asked God what I'm supposed to speak and God gave me a message and with that message I've come here. വചനം ശുശ്രൂഷിക്കുവാൻ എനിക്ക് അവസരം കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ ഈ വചനത്തിൽ നിന്നായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. And I would be speaking from that specific word which God spoke to me. ഞായറാഴ്ച വിശുദ്ധ ആരാധനയിലും ദൈവം അനുവദിച്ചാൽ ഈ വചനം തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. And this word of God I would be continuing even in the Sunday worship. എല്ലാവരും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാനിടയാണ്. Let's all be in the attitude of prayer. ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. Let's enter to the word of God before that we'll pray. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം നിങ്ങൾക്ക് തുറന്ന് Can we open our Bible? ഫസ്റ്റ് പീറ്റർ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. First Peter chapter 2 verse 4 and 5. മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. വളരെ ദീർഘമേറിയ ഒരു വാക്യമാണ് വായിച്ചത്. This is a word of God. ഇന്ന് പകലും ഈ രാത്രിയിലും നാളെ പകലും രാത്രിയിലും ഞായറാഴ്ച വിശുദ്ധ സഭായോഗത്തിലും ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്ന ദൂത്. I would be giving message today and tomorrow and even on Sunday from this word of God. ആത്മീക ഗ്രഹത്തിന്റെ കല്ലുകൾ എന്ന വിഷയമാണ്. And it's a topic about the living stone. ഒന്നുകൂടെ പറയാം. ആത്മീക ഗ്രഹം പണിയപ്പെടുന്നതിൽ ഞാൻ ജീവനുള്ള ഒരു കല്ലായി മാറ്റപ്പെടുക എന്ന വിഷയമാണ്. To build a spiritual house and we become a part of the living stone. ദൈവത്തിന്റെ സഭ ജീവനുള്ളതായി തീരുന്നത് അതിന്റെ കല്ലുകളിൽ വ്യാപരിക്കുന്ന ജീവനാണ്. And how does the church of God becomes alive? It's through the stones. ദൈവത്തിന്റെ സഭ ജീവനുള്ളതും ചൈതന്യമുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതുമായ ആത്മഗ്രഹമായി തീരുന്നതിന്റെ പുറകിൽ അത്
അതിനോട് ചേർത്ത് പണിയപ്പെടുന്ന കല്ലുകളിലെ ജീവൻ ഒരു പ്രധാന ഘടകമാണ്. And in growing the church spiritually, it's all is based on the stones which are spiritually revived, and how all the stones are revived, and that's what it leads us to the spiritual growth. കല്ലുകൾക്ക് ജീവനില്ലെങ്കിൽ സഭയിൽ ജീവൻ വ്യാപരിക്കുകയില്ല. If the stones are dead, there won't be life in the church. കല്ലുകളിൽ ജീവൻ വ്യാപരിക്കുന്നില്ലെങ്കിൽ ആരാധനയിൽ ജീവൻ വ്യാപിക്കുകയില്ല. If there are no lives in the stones, and there won't be deliverance in the spirit. ഈ ക്യാമ്പിൽ മടങ്ങി പോകുമ്പോൾ ഒരു കാര്യം ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകണം. ആത്മാവിന്റെ ഗ്രഹം പണിയുന്നതിൽ ഞാൻ ജീവനുള്ള ഒരു കല്ലായി മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. And when we all return after the camp, we should understand that we all should become a part of this church. ദൈവത്തിന്റെ സഭ ജീവനുള്ളതായി മാറണമെങ്കിൽ അതിലെ കല്ലുകൾ ജീവനുള്ളതായിരിക്കണം. If the church has to grow become alive, then the stones have to become alive. ദൈവവചനം പറയുന്ന ദൂതൻ ശ്രദ്ധിക്കണം, അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ജീവൻ പ്രാപിക്കണം. And the word of God says, come near him and find life. എന്നിട്ട് ആത്മിക ഗ്രഹത്തിന്റെ ഒരു കല്ലായി ഞാനും നീയും മാറും. And then we all should, one each individually, we should become part of the growth of the spiritual അങ്ങനെ church. പണിയപ്പെടുന്ന സ്പിരിച്വൽ ഹൗസിനെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു, അത് എനിക്ക് പ്രസാദമുള്ള ഒരു ആത്മിക യാഗം കഴിക്കുന്ന പുരോഹിത വർഗമായി മാറ്റപ്പെടുകയാണ്. And in that way, if we grow personally and if we become alive, then the God is pleased with us. ദൈവത്തിന്റെ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. I want to thank God for his grace. ഇന്ന് രാത്രി പകൽക്കാലം നമ്മളിൽ ഒരു ജീവൻ ഇറങ്ങി വരണം. So we all should become alive today. നമ്മൾ ജീവനുള്ള ഒരു കല്ലായി വ്യക്തിപരമായി മാറ്റപ്പെടണം. We all should turn into a living stone. നമ്മളിൽ ദൈവത്തിന്റെ ജീവൻ ഇറങ്ങുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ, ആ ശക്തിയോട് കൂടെയുള്ള പണി ദൈവാലയത്തിൽ നടക്കുമ്പോൾ അത് ദൈവത്തിന്റെ മഹത്വമുള്ള ഒരു ആലയമായി തീരുവാനിടയാണ്. When the power of God comes individually on each of us, and then the work of God begins in us, and the church grows spiritually. യേശുവിനെ ലിറ്ററലായിട്ട് ഈ ഭൂമിയിൽ ഒരു സഭയുണ്ട്. And there is a church literally on the face of the earth. യേശുവിനെ സ്പിരിച്വലായ ഒരു ദൈവത്തിന്റെ സഭ ഉണ്ട്. And also there is a spiritual church. ലിറ്ററലായി പണിയപ്പെടുന്ന സഭയിൽ ഭാഗമാകുവാൻ കഴിഞ്ഞാൽ മാത്രമേ ആത്മിക സഭയുടെ ഭാഗമായി തീരുവാൻ കഴിയുകയുള്ളൂ. And if we are part of the local church, then only we can be part of the ഈ spiritual church. ദിവസങ്ങളിൽ പ്രത്യയിലുള്ളതായ റിവൈവൽ ചർച്ചിന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന്റെ ജീവൻ എന്നിൽ വ്യാപരിച്ചിട്ട് ദൈവത്തിന്റെ ആത്മിക സഭയുടെ ഭാഗമായി തീരുവാൻ എനിക്കിടയായി തീരും. And we as members of the Perth Revival Church, our desire should be to become a living stone and become the part of the spiritual church. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. I want to thank God for his blessing. സ്തോത്രം. ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സഭയെക്കുറിച്ച് പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. When we study about the church, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 1 Timothy chapter 3 verse 15. താമസിച്ചു പോയാലോ ആ സത്യത്തിന്റെ ഗുണം അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത്. അപ്പൊ സഭ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണെന്നും അതിനെ പറയുന്നു. The word of God says the church is the church of the living God. ദൈവത്തിന്റെ വചനം പറയുന്ന ദൂതനുകൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സഭയെ ജീവനുള്ളതാക്കി തീർക്കുന്ന ഒരു ഘടകം അതിൽ ചലിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരമാണ്. Because of the God's presence, that turns into a living church. ദൈവത്തിന്റെ വ്യാപാരം ഒരു കൂട്ടായ്മ വെളിപ്പെടുമ്പോൾ അത് ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി മാറ്റപ്പെടും. When the presence of God comes in the worship, it turns into a living church. സ്തോത്രം. യേശുക്രിസ്തു മൂലക്കല്ലായി പണിയപ്പെട്ട ആത്മീയ അനുഭവത്തിൽ സഭ ദൈവത്തിന്റെ അനുഭവമായി മാറ്റപ്പെടുവാനിടയായി തീരും. And we know Jesus being the cornerstone of the church, and the church is being built into the living stone. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം
living stone നീ in the ഒരു church. ജീവന്റെ കല്ലായി മാറ്റപ്പെടണം. We all should become a living stone. നമ്മുടെ കരങ്ങൾക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. God. 12 പ്രോസസ്സുകൾ ഈ കല്ലിലുണ്ട്. There are 12 processes in a stone. 12 പ്രോസസ്സുകൾ ഈ കല്ലിലുണ്ട്. The stone has to go through 12 processes. 12ാമത്തെ പ്രോസസ്സാണ്, ഏറ്റവും അവസാനത്തെ പ്രോസസ്സാണ് അവൻ ആലയത്തോട് ചേർത്ത് പണിയപ്പെടുക എന്നത്. And the last and the 12th process is that we should be built together in the church. നിശ്ചയമായിട്ടും ഈ 12 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും കർത്താവ് കൃപ തരുവാനാണ്. Let God enable us to see the 12 processes of the stone. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന ദൈവകൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. I want to thank God. The Holy Spirit is going to deal in us today. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. I want to thank God for His ഈ grace. ദിവസങ്ങളിൽ ദൈവം ഒരു കല്ലിലൂടെ ജീവൻ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. In these days, through one stone, God is desiring to pass the life. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 10ാമത്തെ വാക്യവും 11ാമത്തെ വാക്യവും ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ചില വിഷയങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. 2 Corinthians chapter 4 verse 10 and 11. 10ാമത്തെ വാക്യവും 11ാമത്തെ വാക്യവും. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ശ്രദ്ധിക്കണമേ, ആ പദപ്രയോഗം ശ്രദ്ധിക്കണമേ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം അടുത്ത വാക്യം. യേശുവിന്റെ ജീവൻ വ്യക്തികളിൽ ഇറങ്ങി വരണം. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഈ ദിവസങ്ങളിലെ ആത്മീയ ചിന്ത, യേശുവിന്റെ ജീവൻ നമ്മളിൽ വെളിപ്പെട്ടിട്ട് നമ്മളായി മാറണം, ജീവനുള്ള കല്ലായി മാറ്റപ്പെടണം. These days we are learning that the life of Jesus may be revealed in our body and we should become the living stone. വളരെ ശ്രദ്ധിക്കണം. യേശുവിന്റെ ജീവൻ The life of Jesus, നമ്മളിൽ വെളിപ്പെട്ടിട്ട് when it's manifested in us, അവൻ ജീവനുള്ള കല്ലായി മാറ്റപ്പെട്ട് and when we should become a living stone, അങ്ങനെ ജീവൻ പ്രാപിച്ച കല്ലുകളെ കൊണ്ട് പണിയപ്പെടുന്ന ഒരാത്മീക ഗ്രഹമുണ്ട്. അതിന്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. and then we build together or become part of the living church, and thus the spiritual and we grow spiritually. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. I want to thank God for ഈ കല്ലിന് 12 പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. we know that these stones have to pass through 12 processes. ഈ ദിവസങ്ങളിൽ നമ്മുടെ ക്യാമ്പിന്റെ തീമായി ദൈവദാസന്റെ രാത്രി പ്രസന്റ് ചെയ്ത യൂണിറ്റിയും ഈ കല്ലിന്റെ ഒരു പ്രത്യേകതയാണ്. And also the theme of a camp, unity, that also is a part of the stone. നമുക്കത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദിവസത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങുവാനിടയാണ്. And when we meditate on those, we return as ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം ഉണ്ടാകണം. യെസ്, ഞാൻ ദൈവത്തിന്റെ ജീവന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. After we finish the service on Sunday, we should be confident that I become part of the living stone. റിവൈവൽ ചർച്ചിൽ നീ ജീവനുള്ള ഒരു കല്ലായി ദൈവത്താൽ തീരണം. In the Birth Revival Church, we all should be part of the living stone through God. ജീവനുള്ള ഒരു കല്ലായി നീ അതിനകത്തുണ്ടാകുമ്പോൾ നിന്നിലൂടെ ദൈവശക്തി ആ സഭയിൽ ഇറങ്ങി വരുവാനിടയാണ്. When we become a living stone, through us, God's power will be manifested. ഓരോരുത്തരും ജീവനുള്ള കല്ലുകളായി മാറ്റപ്പെടാൻ പോകുകയാണ്. And we all are going to be changed into living stones. ദിവസങ്ങളിൽ നിന്ന് ജീവൻ ഇറങ്ങി വരുവാനിടയായി തീരണം. These days, the life should come upon us. ദിവസങ്ങളിൽ നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കൂട്ടായ്മ വെളിപ്പെടുവാനിടയായി തീരണം. Through us, God's manifestation should be delivered. നിന്നിലൂടെ ദൈവിക ശക്തി ആരാധനയിൽ വ്യാപരിക്കുവാനിടയായി തീരണം. Through you, God's power should come upon നീ you. ഒരു അനുഗ്രഹമായി തീരുവാനിടയായി തീരണം. You should be a blessing. നീ അനുഗ്രഹം പ്രാപിക്കുന്ന കൂട്ടത്തിലല്ല, നീ അനുഗ്രഹത്തെ വിതരണം ചെയ്യുന്ന കൂട്ടത്തിലായി തീരുവാനിടയായി തീരണം. We should not be the only ones who receive blessing, but we should be the partakers or giver of blessing. നമ്മുടെ കരങ്ങളിലൂടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. Let's raise our hands and praise God. ഹല്ലേലൂയ. Hallelujah. ഒന്നാമത്തെ പ്രോസസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. And the first process of the stone. ആവർത്തിച്ച് വീണ്ടും പറയാം, ഈ കല്ലിൽ ജീവൻ ഉണ്ടാകണം. And first is this stone should be ജീവൻ alive. ഉണ്ടാകുന്ന കല്ലുകൾ കൊണ്ട് മാത്രമേ അവന്റെ ആത്മീയ ഗ്രഹം പണിയപ്പെടുകയുള്ളൂ. Only if the stone is alive, then only the
spiritual. Except ജീവൻ വ്യാപരിക്കുന്നില്ല എങ്കിൽ നീ ലോ പ്രകാരം ഒരെണ്ണമായിരിക്കും, അവന്റെ ആത്മിക ഗ്രഹത്തിന്റെ അംഗമായിരിക്കുകയില്ല. If there is no life in the stone, then we would be just like other members of the world. ഒരു ലിറ്ററലായിട്ട് നീ മെമ്പറായിരിക്കും, ആത്മിക ഗ്രഹത്തിന്റെ അംഗമായിരിക്കണമെന്നില്ല. We may be a member of the church, but not be a spiritual member. നിന്റെ ജീവൻ ഇറങ്ങി വന്നാൽ നീയും അതിലൊരു അംഗമായി But തീരുവാനിടയായി. if life comes from above, then we also become part of the living church. ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. I want to thank God for His grace. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് ആധാരമായി വായിക്കാം. Isaiah chapter 51. Verse 1, 51-ാം അധ്യായം 1-ാം വാക്യം. നീതിയെ പിന്തുടരുകയും Yes. യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, ആമേൻ. എന്റെ വാക്ക് കേൾക്കുവിൻ. ആമേൻ. നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുകയും. ഈ കല്ല് വെട്ടിയെടുക്കപ്പെട്ട ഒരു കല്ലാണ്. And this stone is a stone which is cut from a rock. ഇത് വെട്ടിയെടുക്കപ്പെട്ട ഒരു കല്ലാണ്. This is a stone which is cut from the rock. ഇന്ന് പകലിൽ ദൈവമക്കള് ഈ ആത്മീയ ശുശ്രൂഷയായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം. യാദൃച്ഛികമായി ഇതിൽ വന്നതല്ല നീയും ഞാനും, കർത്താവിന്റെ മുൻനിർണയ പ്രകാരം വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. We all should understand that we didn't come here accidentally, but it was a plan of God that we all are here. ദൈവവചനം പറയുന്നു നീ വെട്ടിയെടുക്കപ്പെട്ട ഒരു കല്ലാണ്. The word of God says you are a part of the stone which was cut. ഒരു യാദൃച്ഛിക സംഭവമല്ല നീയും ഞാനും. It's not we are not accident people. ഇതിന് പുറകിൽ ദൈവത്തിന്റെ പദ്ധതികൾ അതിന് പുറകിലുണ്ട്. But there is plan and purpose of God behind ഇത് it. വെട്ടിയെടുക്കുന്നതിന് പുറകിൽ അധ്വാനങ്ങളുണ്ട്. Before cutting the stone, there is a ഇത് hard. രൂപപ്പെട്ടു വന്നതിനകത്ത് ഞരക്കങ്ങളുണ്ട്. There are a lot of hardship to form the stone. ഇന്ന് പകലിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. വെട്ടിയെടുക്കപ്പെട്ട ഒരു വഴുവും വെട്ടിയെടുക്കപ്പെട്ട ഒരു കരവും വെട്ടിയെടുക്കപ്പെട്ട ഒരു ഷേപ്പും അതിന്റെ പുറകിൽ അതിന്റെ ഉടമസ്ഥന്റെ മനസ്സിലുണ്ടായിരുന്നു. When the stone was cut, the owner had a design for that particular stone. ആലയത്തോട് ചേർത്ത് പണിയപ്പെടുവാൻ ഒരു കല്ലിനെ സ്വന്തം വെട്ടിയെടുക്കുമ്പോൾ അത് ദൈവ പദ്ധതിയോടുകൂടെ തന്നെയാണ് വെട്ടിയെടുക്കുന്നത്. God has a plan and purpose when He cuts a stone to join to the church. ഒരു ദൈവിക സന്ദേശം പറയാം. ദൈവത്തിന്റെ ആത്മീക ഗ്രഹം പണിയപ്പെടുവാൻ സ്വർഗം വേർതിരിച്ചിരിക്കുന്ന കല്ലുകളെല്ലാം അവന്റെ പദ്ധതി പ്രകാരമുള്ള കല്ലുകളാണ്. All the stones which God wants to bring to the church, God has a plan. നിന്റെ രക്ഷയ്ക്ക് പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ യഥാസ്ഥാനത്തിന് പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. God has a plan and purpose in our life. ഇന്ന് ഈ ക്യാമ്പിൽ നീ ഒരു അംഗമായിരിക്കുന്നതിന് പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. We are part of this camp and God has got a plan for that. നീ പ്രത്യക്ഷത്തിൽ ദൈവസഭയുടെ അംഗമായിരിക്കുന്നതിന് പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. God has a plan and purpose because you are a member of വചനം the church. പറയുന്നു അവന്റെ മുൻ അറിവും അവന്റെ മുൻ നിയമനവും അവന്റെ മുൻ അതേ സ്തോത്രം ക്രമീകരണവും അതിന്റെ പുറകിലത്തെ ദൈവത്തിന്റെ പദ്ധതികളാണ്. And these are all the plan and purpose which God had behind us. ഒന്നിന്റെ വാക്യങ്ങളോട് നമുക്ക് ആ വിഷയത്തോട് ചേർന്ന് വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 49-ാം അധ്യായം 2-ാമത്തെ വാക്യം. And also let's turn attention to Isaiah chapter 49 verse 2. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ യെസ്, ഒന്നാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. ദ്വീപുകളെ എന്റെ വാക്ക് കേൾക്കുവിൻ. യെസ്, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിക്കുവിൻ. ആ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. ശ്രദ്ധിക്കണമേ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. ഗർഭം മുതൽ വിളിച്ചു. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുകയിൽ ആ. തന്നെ എന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. സ്തോത്രം. അവൻ എന്റെ വായെ ശ്രദ്ധിക്കണം. ദൈവദാസി വായിച്ച വാക്യം ശ്രദ്ധിക്കണം. ഞാൻ എവിടെ ഇരിക്കുമ്പോൾ അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെ ഞാൻ എവിടെ ഇരിക്കുമ്പോൾ അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ. വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയാണ്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു വരുന്നതിന് മുൻപേ കർത്താവ് എന്നെ മുൻനിയമിച്ചിരിക്കുകയാണ്. And it's a great thing. Even before we came to the world, God had a plan for us. 45-ാം അധ്യായം യെശയ്യാപ്രവചനം 45-ാം അധ്യായം അതിന്റെ സ്തോത്രം 7-ാമത്തെ വാക്യം 8-ാമത്തെ
ഇരിമിയ പ്രവചനം 1-ാം അധ്യായത്തിൽ ഇരിമിയാവിനെ കുറിച്ച് ഒരു പദപ്രയോഗമുണ്ട്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ. In Jeremiah there's words, even before you were formed in the womb of your mother. അവിടെ പറയുന്ന 3 പദപ്രയോഗങ്ങളുണ്ട്. ഞാൻ നിന്നെ അറിഞ്ഞു, I knew you, ഞാൻ നിന്നെ നിയമിച്ചു, and I appointed you, ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. and I'm going to send you. 8-ാമത്തെ വാക്യമാണോ? ഒന്ന് ശ്രദ്ധിച്ച്. 1-ാമത്തെ 8-ാമത്തെ വാക്യമാണോ? 4-ാമത്തെ 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചാട്ടെ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, നിയമിച്ചു. 3 കാര്യങ്ങൾ. 1 to know, 2 to sanctify, 3 ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തു. അതിനെ 3 കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. In Jeremiah chapter 1 verse 5 says, before I formed you in the womb, I knew you. Before you were born, I set you apart, appointed you as a prophet to the nations. എന്റെ ചിന്ത നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഉറപ്പിപ്പിക്കാം. നീ വെട്ടിയെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു പാറക്കഷ്ണമാണ്. And I want to remind you, you are part of the stone which was cut. യാദൃച്ഛികമായി നീ ആത്മീയ കൂട്ടായ്മയിൽ വന്ന് കയറിയ വ്യക്തിയല്ല. We didn't come to this place just by accident. ഒരു സാഹചര്യത്തിൽ നീ ഇതിനകത്ത് വന്നു ചേർന്ന വ്യക്തിയല്ല. We didn't come here just because some particular situation. ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ കർത്താവിനെ കണ്ടിരിക്കുകയാണ്. But God saw us before the earth was formed. എഫെസ്യർ 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ 4, 5, 6 വാക്യങ്ങൾ 3 വാക്യങ്ങളോട് വായിച്ച് ഞാൻ ഈ പറഞ്ഞ ശുശ്രൂഷ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. Ephesians chapter 1 verse 4, 5, 6. 4, 5, 6. Ephesians chapter 1 verse 4, 5, 6. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ആ. അവൻ ലോകസ്ഥാപനത്തിൽ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം തിരഹിതത്തിന് പ്രസാദമാകേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം ആ. നമ്മെ ദത്തെടുത്തു. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും. അടുത്ത വാക്യം. അവനിൽ നമുക്ക് അവന്റെ രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്ത് ഈ രാവിലത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ രാത്രിയിലും ഒക്കെ നമുക്കിതിനെ കണ്ടിന്യൂസ് ആയി ചിന്തിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. I would just like to end towards the morning section, but we still will be continuing to meditate on this word of God. സ്തോത്രം. നീ വെട്ടിയെടുക്കപ്പെട്ട ഒരു പാറക്കഷ്ണമാണ്. You are a part of rock which was cut. ദൈവം നിന്നെ വെട്ടിയെടുത്തതാണ്. God has cut us. അവൻ അതിന്റെ പുറകിൽ ആത്മീയ അധ്വാനം അതിന്റെ പുറകിലുണ്ട്. And he had to labor for that. ക്രൈസ്തവ ലോകം മുഴുവനും യേശുവിന്റെ കാൽവരി മരണത്തെ ആചാരമായി കൊണ്ടാടുമ്പോൾ The whole world is celebrating on the cross of Christ. ദൈവത്തിന്റെ കാൽവരി ദർശനമാത്മാവിൽ അതിനെ വാസ്തവമായ നിലയിൽ മനസ്സിലാക്കിയ കർത്താവിന്റെ കുഞ്ഞുങ്ങളോട് പറയാം, നിന്നെ കാൽവരിയിൽ അവൻ വെട്ടിയെടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. But we, the children of God, one truth we know, that he chose us when അവന്റെ ആത്മീയ ഗ്രഹത്തിന്റെ ഒരു കല്ലായി തീരേണ്ടതിന് and to become part of the spiritual living church. അവന്റെ ആത്മീയ ഗ്രഹത്തിന്റെ ഒരു ഭാഗമായി തീരേണ്ടതിന് To become a part of the spiritual ദൈവം നിന്നെ തന്റെ സ്തോത്രം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. God purchased us with his own blood. യെശയ്യാവ് പറയുന്നു, നിന്നെ വെട്ടിയെടുത്ത കുഴിയിലേക്കും നിന്നെ കുടിച്ചെടുത്ത കനിഗർഭത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കുക. And just have a look from where we came. What was our situation before we came to Jesus? നമുക്ക് ഒരുമിച്ച് കാൽവരിയിലേക്ക് നോക്കുവാനിടയായി. Let's turn our attention to the cross of Christ. നിന്നെ വെട്ടിയെടുത്തത് കാൽവരിയുടെ കുലമരത്തിലെ കുരിശിന്റെ ചുവട്ടിൽ നിന്നാണ്. And when he was on the cross, he chose us. അത് ദൈവം ഉപയോഗിച്ച മഴു ദൈവ കോപത്തിന്റെ മഴു കൊണ്ട് സ്വർഗ്ഗത്തിനെ വെട്ടിയെടുക്കുകയായിരുന്നു. And he from the anger of God, he cut us from the rock. നാം ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കണം, എന്റെ കർത്താവിന്റെ രക്തത്താൽ ഞാൻ രൂപപ്പെട്ടു വന്നിരിക്കുന്നു.
അവന്റെ ആലയത്തിന്റെ ഒരു കല്ലായി മാറ്റപ്പെടുക. The only goal in our life should be that we have to receive the life and become part of the church. ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് സ്തോത്രം I ചെയ്യുന്നു. want to thank God for His grace. രണ്ടാമത് വെട്ടിയെടുത്ത ഈ കല്ലിനെ കർത്താവ് ചെത്തിയെടുക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. And the stone which was cut, and he shapes it. വെട്ടിയെടുത്ത കല്ലിനെ കർത്താവ് നെയ്യുകയാണ്. ദൈവം പറഞ്ഞാട്ടെ, വെട്ടിയെടുത്ത കല്ലിനെ കർത്താവ് നെയ്യുകയാണ്, ചെത്തിയെടുക്കുകയാണ്. എന്തിനു വേണ്ടി? അവന്റെ ആലയത്തിന്റെ തോതിനൊത്ത് നീ പണിയപ്പെടുവാൻ വേണ്ടി. And the stone which was cut, he again shapes it so that we can become a part of the church. മൂന്നാമത് ഈ കല്ലിനെ ദൈവം നമുക്ക് ഇന്ന് രാത്രി ഭാഗം ചിന്തിക്കുവാനിടയാകും. മൂന്നാമത് ഈ കല്ലിനെ കർത്താവ് ശോധന ചെയ്യുകയാണ്. And third thing, the stone has to go through a process. എന്തിനു വേണ്ടി ശോധന ചെയ്യുകയാണ്? അതിന്റെ അടിയിലിരിക്കുന്നതായ ഊഴക്കല്ലുമായി ഇതിനെ ചേർത്ത് പണിയേണ്ടതിനെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അത് കൊള്ളാവുന്നതാണോ എന്ന് അവൻ അതിനെ ശോധന ചെയ്യുകയാണ്. And he examines the stone so that the cornerstone, it has to be adjusted with the cornerstone. അങ്ങനെ 12 പ്രോസസ്സുകളിലൂടെ കടന്നു വരുന്ന കല്ലിനെ കർത്താവ് തന്റെ ആത്മീക ആലയത്തിന്റെ ഭാഗമാക്കി ചേർത്ത് പണിയും. And the stone which undergoes 12 process, and finally it becomes a part of the spiritual house. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. I want to thank God for His grace. 40 വരെ ശുശ്രൂഷയുണ്ട്. ഓക്കേ. സ്തോത്രം. നമുക്ക് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 Kings chapter 6 verse 7. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. ശ്രദ്ധിച്ച് ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 Kings chapter 6 verse 7. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ വളരെ ശ്രദ്ധിക്കണം. ദൈവമൊക്കെ ശ്രദ്ധിക്കണം. വെട്ടിയെടുത്ത കല്ലിനെ കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചാട്ടെ. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ഉറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക മഴ മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിൽ കേൾക്കുവാനില്ലായിരുന്നു. ശ്രദ്ധിക്കണമേ, വെട്ടിയെടുത്ത കല്ല് കർത്താവ് ചെയ്തു, ചെത്തിയെടുത്തു. What did God do with the stone which was cut? He fashioned it. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1 Kings 6:7 it says, ആലയത്തിന്റെ പണിയോടുള്ള ബന്ധത്തിൽ ചില കല്ലുകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ പറയുകയാണ്. regarding the building of the church, God is giving some message to the stones. ആ കല്ലുകളെ കുറിച്ച് പറഞ്ഞ മെസ്സേജ് ഇതാണ്. ശ്രദ്ധിക്കണം, ആ കല്ലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തെ വളരെ പറയുന്നു. And the word of God says there should be one peculiarity for the stone. എന്താണ് പ്രത്യേകത? അത് വെട്ടുകുഴിയിൽ വെച്ചു തന്നെ അതിന്റെ കുറവുകൾ തീർത്തിരിക്കണം. When it's cut from that place, all its faults should be maintained. ഇതിനെ വെട്ടിയെടുത്ത ഒരു പാറയുണ്ട്. And there's a rock from which you are ഇതിനെ cut. കുഴിച്ചെടുത്ത ഒരു ആത്മീക ഖനിഗർഭമുണ്ട്. And also there's a big hole which you were dug. എന്നാൽ ആ കല്ല് നേരെ വെട്ടിയെടുത്തുകൊണ്ട് സ്വർഗ്ഗം ആലയത്തിന്റെ പണിക്കായി കൊണ്ടുവരികയല്ല. But as soon as it is cut, it doesn't directly come for the building of the church. അതിന് പകരം ദൈവം അതിനെ എന്തോ ചെയ്യുകയാണ്? വെട്ടുകുഴിയിൽ വെച്ച് ശോധനയുടെ അനുഭവത്തിലിട്ട് അവൻ അതിനെ എന്തോ ചെയ്യുന്നു? അത് പറയുന്നു, അതിനെ ദൈവം ചെത്തി റെഡിയാക്കുകയാണ്. But from the place which it was cut, from that place itself, God tries to sharpen it and begin to give a form to the stone. എന്തിനാ ദൈവം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ അതിനെ ചെത്തിയെടുക്കുന്നത്? Why does God has to do that at the time where it was cut? അവിടെ തന്നെ ആ വാക്യം വ്യക്തമാണ്. എന്താ കാരണം? The reason is so we can see here. ദൈവമക്കൾ പറഞ്ഞാട്ടെ, എന്താണ് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കല്ലുകളുടെ കുറവുകൾ തീർത്ത് തോതു പിടിച്ച് ക്രമീകരണം വരുത്തി ചെത്തിയെടുക്കുവാനുള്ള കാരണം എന്താണ്? What is the reason that God ആലയത്തിൽ ഒച്ച കേൾപ്പാതിരിപ്പാൻ. to hear less, not to hear any voices inside the building? God clears it. God shapes it when it is as soon as it is cut. ശുശ്രൂഷയിൽ ഒച്ച കേൾപ്പാതിരിപ്പാൻ. When the work of God is going on, there should not be any ഇതിൽ noise. ആഴങ്ങളിൽ ദൈവത്തിന്റെ ജീവൻ ഇറങ്ങി വരുവാൻ. And in depth, the life of God should come. ഇതിൽ പരിശുദ്ധാത്മാവ്
God's this work and to shapen us, to give us a good shape, and just that only God's glorification should be in the church. ദൈവത്തിന്റെ കൃപകൾക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. I want to thank God for His എത്ര പേർക്ക് ഈ ദിവസം അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്? അനേകം ആത്മീയ സഭകളിൽ ആരാധനയ്ക്ക് പകരമായി സ്തോത്രം ആരാധനയ്ക്ക് പകരമായി ഉയർന്നു വരുന്ന പല ശബ്ദങ്ങളുടെയും പിറകിലത്തെ ലക്ഷ്യം അത് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർക്കാഞ്ഞത് കൊണ്ടാണ്. But we still be seeing many churches because instead of manifesting God's glory, we can see other problems and things happening because the problems were not solved as soon as it was cut. ഒരു കാരാഗൃഹത്തിൽ ഇട്ടാണ് ദൈവത്തിന്റെ ചുറ്റിക കൊണ്ടവനെ ചെത്തിപിടിപ്പാക്കിയത്. And this servant of God was in the prison, and there God shaped him. In Timothy, we can see how God speaks to him and about giving him shape and cutting, about everything God is in the ആലയത്തിൽ ആരാധനയ്ക്ക് ഉപയുക്തമല്ലാത്ത ശബ്ദങ്ങളും ആരാധനയുടെ മഹത്വത്തെ കെടുത്തുന്ന ഒച്ചകളും ആരാധനയുടെ മഹത്വത്തെ നശിപ്പിക്കുന്ന അതേ സ്തോത്രം ഉള്ളികളുടെയും മഴുവിന്റെയും ഒക്കെയുള്ള വ്യാപാരങ്ങളും ഒഴിവാക്കുവാൻ സ്തോത്രം രക്ഷിക്കപ്പെട്ട നാടുകളിൽ ചില തോതുകൾക്ക് നാം വിധേയപ്പെടേണ്ടിയിരിക്കുകയാണ്. That's why once we are saved and we are in the church of God, only the sound of worship and only that God's manifestation should be heard, not any other thing. I want to thank God for His grace. When Samuel went to Saul's house, and he heard some groaning and some kind of noises. Even in so many families, the Holy Spirit cannot enter because of the groaning and other different kinds of noises. And Samuel asked, what is this voice I'm hearing? And God, Samuel said, these are the yes, animals. These are the animals. And God spoke to him, I have commanded you to kill, then how can you hear them? ഓസ്ട്രേലിയയിൽ കുടുംബങ്ങളായി കുഞ്ഞുങ്ങളായി ജീവിക്കുമ്പോൾ ഓർത്തിരിക്കണം, ദൈവത്തിന് മഹത്വം വരാത്ത ചിലതിനെ ഞാൻ മരവിപ്പിച്ച് കളയുവാനിടയായി തീരും. God brought us to this land as a family, but we should remember whatever God doesn't like in our life, we should freeze that thing. അവന്റെ ആലയത്തിലെ ജീവന്റെ കല്ലുകളായി മാറണമെങ്കിൽ നിശ്ചയമായും കുറവുകൾ തീർക്കപ്പെട്ട കല്ലുകളായിരിക്കണം. If we have to become a living stone in the church, then all our iniquities should be gone. വ്യത്യസ്തമായ കുറെ പാട്ടുകൾ പാടിയതുകൊണ്ട് നമ്മളിൽ ജീവൻ ഇറങ്ങി വരണമെന്നില്ല. Just because we sing some songs doesn't mean that life has to come. ശക്തമായ ദൈവത്തിന്റെ വചനം നമ്മുടെ സഭയിൽ കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവൻ ഉണ്ടാകണമെന്നില്ല. Just because the word of God is being preached, that doesn't mean we have life. നമുക്ക് ചില വാക്കുവാനും ചിലവിടുവാനും ചില മനസ്സുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവൻ ഉണ്ടാകണമെന്നില്ല. Because of the words we have in our mind, that doesn't mean we have life. ഭൗതിക ലോകത്തിൽ ലോക മനുഷ്യരും ഇതെല്ലാം അതിന്റെ അളവിൽ നമ്മളെക്കാൾ ഉപരിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Even the worldly people, they have all these things in their lives. ജീവൻ ഉണ്ടാകണമെങ്കിൽ വചനത്തിന്റെ തോതിനനുസരിച്ച് നിന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി തീരുമാനിക്കുക. If you really need life in our life, then we have to go according to the word of God. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ അതിന്റെ കുറവുകൾ ദൈവത്താൽ തീർക്കപ്പെടുന്ന കല്ലുകളായി. As soon as the stone is cut, it should be given shape. Hallelujah. Amen. Hallelujah. Hallelujah. അശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറഞ്ഞു, അത് വെട്ടിയെടുക്കുന്ന കല്ലുകളെല്ലാം കുഴിയിൽ വെച്ച് തന്നെ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്തിരിക്കണം. And as soon as the stone is cut, it should be given shape and all his faults should be removed. സ്വർഗ്ഗം ഒരിക്കൽ അളക്കുവാനായിട്ട് ഇറങ്ങി വരും. And God, one day God will come to measure. എസ്കേൽ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നു, ദണ്ടുപോലുള്ള ഒരു അളവ് പോലും കൊണ്ട് അവൻ ആലയത്തെ അളക്കുവാനിടയായി തീരും. In the
measuring the altar. അതിൽ ആരാധിക്കുന്നവരെ ദൈവം അളന്നു. And even he measured the people who worship him. അതിലെ ശുശ്രൂഷകളെ ദൈവം അളന്നു. And all the ministries he worshiped. അവന്റെ അളവുപോലും ഉൾപ്പെടാത്തതിനെല്ലാം ദൈവം അകത്യം മറ്റതായി തള്ളിക്കളയുവാനിടയായി. Whatever was not included in his measure, God just cast it away. ദൈവത്തിന്റെ കൃപ ഈ രാത്രികാലം വെളിപ്പെടുമ്പോൾ When God's presence is reached in our midst. അവന്റെ ആത്മീക ആലയത്തിലെ കല്ലുകളായി ഞാനും നീയും രൂപപ്പെട്ടു വരേണ്ടതിന് And when we transform into a living stone in എന്റെ the church. കർത്താവിന്റെ കുഞ്ഞെ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറുമതൽക്കപ്പെട്ട കല്ലുകളായി മാറ്റപ്പെടട്ടെ. Dear children of God, all our iniquities, all our shame should be given as soon as it is. ദൈവത്തിന്റെ കൃപയാവശ്യത്തിന് മേൽ ആഴങ്ങൾ വെളിപ്പെട്ട് വരുവാനിടയായി തീരട്ടെ. And then God's presence will come in the anointing in us. ദൈവവചനത്തിൽ വായിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ പേര് കതിര് മരം എന്ന മരമാണ്. And there is an important tree in the Bible which is called Cedar. ആ പഴയ നിയമത്തിലെ അനേക ആത്മീകമായ ദൈവത്തിന്റെ ആലയത്തിന് ഉപകരണങ്ങൾ പണിതിരിക്കുന്ന കതിര് മരമുണ്ടാണ്. And we can see that many instruments in the Old Testament were built through this wood. കതിര് മരത്തിന് ചില പ്രത്യേകതകൾ വേദപുസ്തകത്തിലുണ്ട്. There are some specialities in this അത് wood. മുള്ളുകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു മരമാണ്. And that is full of thorns. അത് കറുത്ത നിറമുള്ള ഒരു മരമാണ്. And it's black in color. അത് പിരിഞ്ഞിരിക്കുന്ന ഒരു മരമാണ്. And also it is twisted. അതിനെ വെട്ടിയെടുക്കുവാൻ ആർക്കും പെട്ടെന്ന് കഴിയില്ല. And it's really hard to give a shape. വേദപുസ്തകപഠിതാക്കൾ പറയുന്നത് അതിനെ ഒരുവൻ വെട്ടുവാൻ തയ്യാറായാൽ ഒന്നുകിൽ മുറിവേറ്റ് രക്തം പൊടിയാതെ അതിനെ മുറിച്ചെടുക്കുവാൻ ആർക്കും കഴിയില്ല. It's really hard to cut those trees because it can hurt others. അതിന്റെ മുള്ളുകൾ വെട്ടിക്കളയുന്നത് അനായാസമായ ഒരു കാര്യമാണ്. And to cut the thorns, it's really difficult. അതിന്റെ തൊലി മുറിച്ചു കളയുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. And even to peel off the skin, it's really hard. അതിനെ പണിതെടുത്ത് ഒരു മനോഹരമായ വസ്തുവാക്കുക എന്ന് പറയുന്നത് അതിനും പ്രയാസമായ ഒരു കാര്യമാണ്. And to build and to convert into a beautiful temple or anything, it's even more harder. പക്ഷെ അതെല്ലാം വെട്ടിയ സ്ഥലത്ത് വെച്ച് തന്നെ അത് ചെയ്യുവാൻ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ ഷേഖേന അതിന് ഇറങ്ങി വരുവാനിടയായി തീർന്നു. But even that with that wood, even at the same time it was cut, everything was cleared, then it was easier. കർത്താവിന്റെ വിളികളിൽ നാളുകളിൽ ദൈവത്തിന് മനുഷ്യർക്ക് കൊള്ളാത്തവരായി. In the previous days, we were useless to God and men, ഷേപ്പ്ലെസ് ആയി, and we were shapeless. രൂപമില്ലാത്തവരായി, We were shapeless and ഭാവമില്ലാത്തവരായി, formless, ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവരായി, and we didn't have any goal in life. ജീവിച്ചിരുന്ന നമ്മളെ ഓരോരുത്തരെയും And we all who were അവൻ alive, വെട്ടിയെടുത്ത്, He cut അവൻ us. ചെത്തിയെടുത്ത്, He gave us അവൻ shape. രൂപപ്പെടുത്തിയെടുത്ത് He gave us shape മനോഹരമാക്കി. and made us into വചനം beauty. പറയുന്നത് ദൂത ശ്രദ്ധിക്കണം, ദൈവം അതിനെ പൊന്നുകൊണ്ട് പൊതിയുവാനിടയായി. And then God covered with gold. ദൈവം അതിനെ പൊന്നുകൊണ്ട് പൊതിയുവാനിടയായി. And then God covered with gold. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ അതിനെ നിറയ്ക്കുവാനിടയായി. And God filled you with the ഈ ദിവസങ്ങളിൽ anointing. ആലയത്തിലെ ഒരു കല്ലായി മാറുവാൻ